എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷണൽ വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെമി സിലിക്കിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറിൻ്റെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ കളർ വിത്ത് സെമി സിൽക്ക് സ്റ്റഫിലാണ് വരുന്നത്. യോക്ക് പോർഷൻ നോക്കി ഇതേപോലെ നല്ല രസമുള്ള കോമ്പിനേഷൻ നോക്കി ആ ഒരു യെല്ലോ കളറിന്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന്റെ കൂടെ കോമ്പിനേഷനിലാണ് നമ്മുടെ യോക്ക് പോർഷൻ കവർ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് പാറ്റേൺ ആട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതിന്റെ ഫ്രണ്ടും ബാക്കിയും എല്ലാം വരുന്നത് സെയിം തന്നെയാണ്. ഒരു യെല്ലോ കളർ ടോപ്പ് കോമ്പിനേഷൻ തന്നെയാണ് ബോഡിയിൽ ഫുൾ ആയിട്ട് വരുന്നത്. ആഫ്റ്റർ സ്റ്റിച്ചിങ് ആണെങ്കിൽ നമുക്ക് ടോപ്പിന് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്. അപ് ടു 47-42 നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഷോൾ നോക്കി യോക്കിൽ വരുന്ന അതേ പ്രിന്റുകളാണ് നമ്മുടെ ഷോളിലും വരുന്നത്. രണ്ട് സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത ബോർഡർ ഉണ്ട്. എൻ്റെ ഭാഗത്താണെങ്കിലും നല്ല ഭംഗിയുള്ള ടാസിൽസോട് കൂടിയാണ് ഷോൾ കവർ ചെയ്യുന്നത്. ബോട്ടം വരുന്ന സ്ലബ് സിൽക്ക് മെറ്റീരിയൽ സെയിം ടോണിൽ തന്നെ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ ബോട്ടം കവർ ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് വരുന്ന 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിങ്ക് ഓനിയൻ കളറിലുള്ള ഷെയ്ഡാണ് വരുന്നത്. അതിന് യോക്ക് പോർഷൻ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ആ ഒരു പിങ്കിന്റെ തന്നെ ടിൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് വരുന്നത്. ഇതാണ് ബാക്ക് വശമൊക്കെ ഇതുണ്ട്. അതേപോലെ തന്നെ സെയിം ടോണിൽ തന്നെയാണ് ബാക്ക് വശവും കവർ ചെയ്യുന്നത്. ഷോൾ നോക്കി ഷോളാണെങ്കിലും നല്ല രസമുള്ള ആ പിങ്കിന്റെ കോമ്പിനേഷൻ വരുന്ന വിധത്തിൽ തന്നെ ഇതുപോലെ ഫുള്ള് ഇതേപോലെ ഫ്ലവറിന്റെ പാറ്റേണുകളാണ് വരുന്നത്. രണ്ട് സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് ബോർഡർ വരുന്നുണ്ട്. ബോട്ടം കവർ ചെയ്യുന്നതും സെയിം തന്നെ സ്ലബ് സിൽക്കിൽ ഇതേപോലെ ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ ബോട്ടവും കവർ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ടിൻറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ. ഇതിനാണെങ്കിലും കണ്ടോ നല്ല ഭംഗിയുള്ള യോക്ക് പോർഷനാണ് കവർ ചെയ്യുന്നത്. ആ കളറിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് യോക്ക് കവർ ചെയ്യുന്നത്. ഷോൾ നോക്കി യോക്കിൽ വരുന്ന അതേ പ്രിന്റുകൾ തന്നെയാണ് നമ്മുടെ ഷോളും കവർ ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ബോർഡർ കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ വരുന്നത് സാൻഡൂൺ സ്റ്റഫിൽ. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന് അടുത്ത കളക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെയും കോമ്പിനേഷൻ എല്ലാം യോക്കി കൊടുത്തിരിക്കുന്നതൊക്കെ അതിനോട് മാച്ച് ചെയ്യുന്നതിൽ ഇതുണ്ട്. ഇതേപോലെ ഇതിന്റെ ചാർട്ടുകളൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകൾ, ഒരു വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് എല്ലാത്തിനും വരുന്നത്. ഷോൾ നോക്കി യോക്ക് പോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് നമ്മുടെ ഷോളിലും വരുന്നത്. രണ്ട് സൈഡിലും നല്ല രസമുള്ള ബോർഡർ വരുന്നുണ്ട്. എൻ്റെ ഭാഗത്തായിട്ട് ഇതാണ് ഇതേപോലെ ഷോളിൻ്റെ എൻ്റെയൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഷോളിൻ്റെ എൻ്റെ ഭാഗം വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ സ്റ്റഫിന് സെയിം കളർ ടോണിൽ തന്നെ. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെമി റോസ് സിൽക്ക് സ്റ്റഫിൽ തന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി ഉണ്ട് ഇതേപോലെ ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് ടോൺ വരുന്ന ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് ഇതേപോലെ സെൽഫായിട്ട് തന്നെ ഒരു പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിനകത്ത് ആ ഒരു പ്രിന്റുകളായിട്ടും വരുന്നത്. ഷോള് നോക്കി അതേപോലെ തന്നെ പ്രിന്റഡ് ഷോള് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും ആ ഒരു റോസിലിക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഷോളിന് വരുന്നത്. ഇതിനകത്ത് ഫുള്ള് ഈ കളർ കോമ്പിനേഷനിൽ വരുന്ന വിധത്തിലുള്ള പ്രിന്റുകൾ ഒരു ബ്രാസോ ഷെയ്ഡും ഒക്കെ ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ആഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് ഷോളിന് വരുന്നത്. എൻ്റെ ഭാഗം കണ്ട് ഇതേപോലെ ഒരു മൾട്ടി ഷെയ്ഡ് വരുന്ന ലൈൻസ് പാറ്റേൺ ആണ് ഷോളിൻ്റെ എൻ്റെ ഭാഗത്ത് ടാസിൽസോടുകൂടി കൊടുത്തിരിക്കുന്നത്. ബോട്ടം കവർ ചെയ്യുന്ന സാൻഡൂൺ മെറ്റീരിയൽ ഇതേപോലെ സെയിം ടോണിൽ തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ്. ടോപ്പാണെങ്കിലും ആ റോസ് സിൽക്കിൻ്റെ സ്റ്റഫിൽ തന്നെ ഇതിനകത്തും ഒരു സെൽഫായിട്ട് വരുന്ന പ്രിന്റുകളൊക്കെ ആട്ടോ വരുന്നത് ഇതേപോലെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോളാണ്. ഷോൾ ഫുള്ള് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഗ്രീനിൻ്റെ തന്നെ കുറേ കോമ്പിനേഷൻസ് വരുന്ന ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. മൾട്ടി കളർ എന്ന് വെച്ചാൽ ഗ്രീനിൻ്റെ തന്നെ കോമ്പിനേഷൻ കളറിൽ ഇതേപോലെ നല്ല രസമുള്ള പ്രിന്റുകളാണ് വരുന്നത്. ഷോളിൻ്റെ എൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഒരു ലൈൻസ് പാറ്റേൺ ആണ് ഷോളിൻ്റെ എൻ്റെ ഭാഗം കവർ ചെയ്യുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ സ്റ്റഫിലെ സെയിം ടോണിൽ തന്നെ. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 2190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓനിയൻ ഷെയ്ഡിലാണ്. ഓനിയൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോൺ ആണ്. ടോപ്പിനകത്ത് അതിൻ്റെതായ സെൽഫായിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട്. ഷോൾ നോക്കിയ ഷോളിലാണെങ്കിലും ആ ഒരു ഒനിയൻ്റെ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ഡാർക്കുമായിട്ടുള്ള ഷെയ്ഡുകളാണ് നമ്മുടെ ഷോൾ ഫുള്ള് കവർ ചെയ്യുന്നത്. എൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈൻസിൻ്റെ പാറ്റേൺ വരുന്നുണ്ട്. ബോട്ടം കൊടുത്തിരിക്കുന്നത് സാൻഡൂൺ സ്റ്റഫിൻ്റെ സെയിം ടോണിൽ തന്നെ.
റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 2190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഇതിനും ആ ഒരു മെറ്റീരിയൽ വരുന്നതല്ല സെയിം തന്നെയാണ്. സെൽഫായിട്ട് ഇതുപോലെ ഒരു ലൈൻസ് ഒക്കെ ഇതുണ്ടാവും. ഇതേപോലെയാണ് ഫുള്ള് പ്രിന്റുകളാട്ടോ. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണും ഒക്കെ ക്രോസൊക്കെ ആയിട്ട് വരുന്ന ലൈൻസ് പാറ്റേൺ അതിന് കൊടുത്തിരിക്കുന്നത്. ഷോളും ഉണ്ടാവും, നല്ല രസമുള്ള ആ ഒരു നല്ല നമ്മുടെ ആ ഒരു സിൽക്കിൻ്റെ അതേ ഫീല് തരുന്ന ഷോളാണ് വരുന്നത്. രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ബോർഡറും എൻ്റെ ഭാഗത്താണെങ്കിലും നല്ല രസമുള്ള ടാസിൽസും ഒക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം കൊടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് സ്റ്റഫിൻ്റെ സെയിം ടോണിൽ തന്നെ ആ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ബോട്ടത്തിനും കൊടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നതും സെയിം തന്നെ, 2190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. അപ്പം നമ്മുടെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറിൻ്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിത്ത് ആ ഡിസൈൻ്റെ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.